ഹായ്, നല്ല ചില്ലായിട്ടുള്ളൊരു സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ സാബൂതിന റൈസ്, സാഗോ റൈസ് എന്ന് പറയും. സാബൂതിന റൈസ് എന്നാണ് നമുക്ക് നാട്ടിലൊക്കെ സാധാരണ പറയാറ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ അവിടെ കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൈസ് കുക്ക് ചെയ്യുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആയി കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും അത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്ട്രോബെറി പകുതി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പകുതി നമുക്ക് പീസസ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് നമ്മൾ നല്ല ചില്ലായിട്ട് കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല തണുത്ത കാര്യങ്ങൾ ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം. അതിനേക്കാൾ നല്ലത് നമ്മളിത് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നല്ല ചില്ലായതിന് ശേഷം സെർവ് ചെയ്യായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി ഒരു 1-2 പീസ് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് റൈസ് നോക്കാൻ മറക്കരുത്. കാരണം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിലും അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സ്റ്റെയിനർ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രോബെറീസും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു ബ്ലെൻഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക്, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ്. ഇത് അമൂലിൻ്റെ ഡയറി വിപ്പിംഗ് ക്രീമാണ്. നോൺ ഡയറി വിപ്പിംഗ് ക്രീം അല്ല. സാധാരണ കേക്കിനൊന്നും എടുക്കുന്ന വിപ്പിംഗ് ക്രീം അല്ല, ഡയറിയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം എല്ലായിടത്തും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫുൾ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ പാല്, സാധാരണ പാലൊന്ന് തിളപ്പിച്ച് നേർപകുതിയാക്കിയതിന് ശേഷം തണുപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറി പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ റൈസൊക്കെ ചേർക്കുമ്പോൾ ചൂടോട് കൂടി ചേർക്കരുത്. നല്ല തണുത്തതിന് ശേഷം മാത്രം ചേർക്കുക. അപ്പോൾ റൈസും സ്ട്രോബെറീസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് തണുക്കുന്നത് വരെ ഒന്ന് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് കോക്കനട്ട് മിൽക്കൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കാനാണ് ടേസ്റ്റി. നമുക്കിതിലേക്ക് ഷുഗറോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണേ.